ജന്മാദ്യസേതോന്നയാതിതരതച്ചാത്തേഷവിജ്ഞസ്വരാട്ടത്തേനെ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തേ സൂര്യ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്തിസർഗോമുഷ ധാംനാ സേന സദാ നിരസ്തഗോകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ 2ാമത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ 20 ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ആദ്യം വേണ്ടത് എന്താ ചോദിച്ചാൽ, ഈ മരണമുണ്ട് എന്ന് അറിഞ്ഞ് ഉറപ്പിച്ച ഒരാൾ പ്രപഞ്ചമായിട്ടുള്ള ബന്ധം വിടന്നെ വേണം. രജസ്തമോ വ്യാം ആക്ഷിപ്തം. അപ്പോൾ പ്രപഞ്ചത്തിലേക്ക് ബന്ധിപ്പിക്കുന്നത് എന്താ? 2 കാര്യമാണ്. ഒന്ന് രജോ ഗുണം, ഒന്ന് തമോ ഗുണം. സത്വഗുണം ബന്ധിപ്പിക്കില്ല എന്നാണ്. സത്യം സുഖേ സഞ്ജയതി രജ കർമ്മണി ഏവജ തമസോ അജ്ഞാനം എന്നാണ്. തമസജ്ഞാനത്തിലേക്കും രജസ് പ്രപഞ്ചത്തിലേക്കും സത്വം സുഖത്തിലും ചേർക്കുന്നു. സുഖത്തിൽ ചേർക്കുന്നതാണ് നമുക്ക് ഈ ആത്മാവിനെ അറിഞ്ഞ് ഈശ്വരനിലേക്ക് എത്തിക്കാനാണ്. രജസ്തമോ പ്യാം ആക്ഷിപ്തം. ഉറക്കം വേണം എപ്പോഴും എന്ന ചിന്ത കളയുക. നമ്മളൊന്നും ഉറങ്ങാനല്ലാത്രേ ജനിച്ചിരിക്കണം. വിവേകാനന്ദ സ്വാമി പറയും, ഉറങ്ങണതിന് പകരം ഉണരൂ, ഉണരൂ മനുഷ്യ ഉണരൂ. തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത. ഉണർന്നിരിക്കൂ, കിട്ടേണ്ടതായിട്ടുള്ള പ്രാപിക്കേണ്ട ലക്ഷ്യത്തിനെ കുറിച്ച് ബോധവാനാകൂ. അതിനു വേണ്ടി ഉറങ്ങാം രാത്രി. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി വേണം രാത്രി ഉറങ്ങണം. അത്രേ പാടൂ. അല്ലാണ്ട് ഉറങ്ങാനല്ല പകൽ നമുക്ക് നിശ്ചയിച്ച് തന്നിരിക്കണം. അതുകൊണ്ട് എന്ത് വേണ്ട? തമോ ഗുണം അധികം വേണ്ട. ആവശ്യമില്ലാത്തടത്ത തമോ ഗുണം ഈശ്വരനിൽ നിന്ന് അകറ്റും. സംശയമില്ല. ഉറങ്ങുമ്പോൾ ആർക്കെങ്കിലും ഈശ്വരനെ ചിന്തിക്കാൻ പറ്റുമോ? അതേപോലെ രജോ ഗുണം, സംഗീതമാവട്ടെ, നൃത്തമാവട്ടെ, സ്വാദാവട്ടെ, കാഴ്ചകളാവട്ടെ, സ്ത്രീകളിലുള്ള ആസക്തി ആവട്ടെ, ഇങ്ങനെയുള്ള ആസക്തികൾ ആണ് രജോ ഗുണം. പൊതുവെ ഇതിനെവിടെയെങ്കിലും ഉള്ളൊരു പ്രത്യേക പ്രതിപത്തി, അതില്ലാതെ എനിക്ക് കഴിയാൻ വയ്യ എന്ന തോന്നൽ. അല്ലേ? ചില മുറുക്കിയിട്ടാവും, ചില സിഗരറ്റ് വലിച്ചിട്ടാവും, ചിലർ പൊടി വലിച്ചിട്ടാവും, ചിലരെന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാവും. ഇങ്ങനെ പല ആസക്തികൾ നമുക്കുണ്ട്. ഈ ആസക്തികളാണ് നമുക്ക് ഏറ്റവും തകരാറല്ലേ. ക്ഷേത്രം തന്നെ ഒരു ആസക്തിയായി വന്നാലോ നമുക്കിത് വിനയായിട്ട് മാറും. അപ്പം പാകത്തിനെ അതൊക്കെ പാടുള്ളൂ. കൊട്ടാവട്ടെ, മേളാവട്ടെ, ആനയാവട്ടെ. ഇതിൽ ആസക്തി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈശ്വരനോട് അടുക്കല്ല എന്ന് മനസ്സിലായിക്കോളൂ. ഇതിനോടുള്ള ആസക്തിയെ പലരും ഭക്തിയായിട്ട് ഈശ്വരവിശ്വാസമായിട്ട് തെറ്റിദ്ധരിക്കും. അതല്ല, അതൊക്കെ ആവാം, സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്, അത് നമുക്ക് പോവാം എന്നല്ല. അത് തന്നെയാണ് ഈശ്വരൻ, അത് തന്നെയാണ് ഈശ്വരമാർഗം എന്ന് തെറ്റിദ്ധരിച്ച ആസക്തിയാണ്. അപ്പോൾ രജസ്തമോ വ്യാം ആക്ഷിപ്തം. രജോ ഗുണം കൊണ്ടും തമോ ഗുണം കൊണ്ടും. അഷ്ടവിരോഹിണി ദിവസം ഗുരുവായൂർ പോയില്ലെങ്കിൽ വേറെ ഏത് ദിവസം പോയിട്ട് എന്താ കാര്യം? അവിടെ തെറ്റ്. അഷ്ടവിരോഹിണി ദിവസം ലോകത്തിലുള്ളവർ മുഴുവനെ പോവും. നമുക്കൊന്ന് നിൽക്കാനുള്ള സ്ഥലം കൂടി കിട്ടില്ല. പിറ്റേഴ്സായി കൂടെ കൃഷ്ണ അവിടെ ഇല്ലേ? ഇതൊക്കെ തലേ ദിവസം അതിൻ്റെ കുറച്ച് മുമ്പേ കൂടെ കൃഷ്ണ അവിടെ ഇല്ലേ? അതാണ് മനസ്സിലാക്കേണ്ടത്. ഗുരുവായൂർ ഏകാദശി ദിവസം ഞാൻ ഗുരുവായൂർ പോവും, എന്തുകൊണ്ട് വേറൊരു ദിവസമാക്കി കൂടാ? അപ്പോൾ ഇതൊക്കെ എന്താ പറയുക? ഭക്തിയിലത്തെ രജോ ഗുണമാണ്. ഭക്തിയിലത്തെ രജോ ഗുണം എന്നേ ഞാൻ പറയുള്ളൂ. വേണ്ട, ഇനി പോവാനേ പറ്റില്ല. ഇവിടുന്ന് വിളിച്ചൂടെ? വലിയ കാതുകളുണ്ട് ഭഗവാന്. ദിക്കുകളാണ് കാത് എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താ പറയുക? ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും, ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും. അപ്പോൾ രജോ ഗുണം ഭക്തിയിലടക്കം പാടില്ല. രജസ്തമോ വ്യാം ആക്ഷിപ്തം മനഃ. അതിനെ എന്ത് ചെയ്യണം? ഉദ്ധരിക്കണം. ഒരു നിർബന്ധവും വേണ്ട, യാതൊരു നിർബന്ധവും വേണ്ട. ഭഗവാനെ ഭജിക്കുന്നതിൽ മാത്രമേ വേണ്ടൂ. അത് ഇന്ന പോലെ, ഇന്ന സമയത്ത്, ഇന്ന രീതി ഒന്നുമില്ല അതിന്. തതസ്സന്ധാര്യമാണായാം യോഗിനോ ഭക്തിലക്ഷണ ആശു സമ്പദ്യതേ യോഗ ആശ്രയം ഭദ്രമീക്ഷത. അതുകൊണ്ടാണ് ക്ഷേത്ര ദർശനമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വായിക്കുകയാണെങ്കിലും മാത്രം ഒന്നും പോരാ. ഭഗവാൻ എല്ലാ ദിക്കിലും ഉണ്ട് എന്ന ബോധ്യത്തിലെത്തണമെങ്കിൽ യോഗ ആത്മന, യോഗ ശീലിക്കണം. വളരെ ആവശ്യമാണ്. എന്താണ് യോഗം? ഭഗവാനുമായിട്ട് ഒന്നാവുക എന്നതാണ് യോഗത്തിൻ്റെ ചെറിയ നിർവചനം.
ഒന്നായ പിന്നെ വേറൊരുത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വെറുതെയാണ് ഈ ക്ഷേത്രങ്ങൾ ചുറ്റണത്. എന്താ അറിയോ, കസ്തൂരിമാൻ അതിൻ്റെ നാഭിയിൽ നിന്ന് വരുന്ന ഗന്ധം എവിടെ നിന്നാണ് എന്ന് അറിയാം. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലോകം മുഴുവനെ സഞ്ചരിച്ച് ഈ ജന്മം കണ്ടെത്താൻ പറ്റുമോ അതിന്? ഈ വക അറിവിന് വേണ്ടിയാണ് ഭാഗവതവും ഗീതയും നമ്മൾ അഭ്യസിക്കുന്നത്. ആ അഭ്യസിച്ചവർക്ക് അത് അറിയുകയും ചെയ്യാം, അല്ലാത്തവർക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ ഇപ്പോൾ ഇയാൾ ഈ പറയണത്? യഥാ സന്ധാര്യതേ ബ്രഹ്മൻ ധാരണ എത്ര സമ്മത യാദൃശീവാഹരേതാശു പുരുഷസ്യ മനോമലം. എങ്ങനെ മനോമാലിന്യങ്ങൾ നീങ്ങാനായിക്കൊണ്ട് ധ്യാനം ശീലിക്കാമെന്ന് പറഞ്ഞു തരുമോ? രാജാവ് ചോദിക്കുകയാണ്. ഈശ്വരനും നമ്മളും ഒന്നാണെന്നും നമ്മുടെ കൂടെയുള്ള ഒരു വസ്തുവാണ് ഈശ്വരൻ എന്നും ക്ഷേത്രം തോറും ചുറ്റി നടന്ന് എത്തേണ്ട ഒരു കാര്യമല്ല എന്നും എങ്ങനെ നമുക്ക് ബോധ്യപ്പെടും? അങ്ങനെയുള്ള ആ യോഗത്തെ പറഞ്ഞു തരണം. ശ്രീശുഗവാച ജിതാസനോ ജിതശ്വാസോ ജിതയോഗോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്താരേ ദിയ. നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മൾ ചെയ്യാത്തതാണെന്നറിയാം. ഇതൊക്കെയാണെങ്കിൽ യോഗത്തിന് നമ്മൾ ഒന്നും ചെയ്യാറില്ല. ജിതാസനോ, കുറച്ച് നേരം ചമ്രം പടിഞ്ഞ് തന്നെ ഇരിക്കുക. ഏറ്റവും നല്ല ഇരിക്കാനുള്ള ഒരു രീതിയാണ് ഈ ചമ്രം പടിഞ്ഞിരിക്കൽ. ഇന്നിപ്പോൾ അത് ലോകത്തുനിന്ന് നഷ്ടപ്പെട്ടിരിക്കണം. ആലോചിച്ച് നോക്കൂ. ഒരാളിനോട് വിദ്യാരംഭം എങ്ങനെയാണ് ചെയ്യുന്നത്? ചമ്രം പടിഞ്ഞിരിക്കൂ എന്ന് പറഞ്ഞു. ആദ്യം എന്താ ചമ്രം പടിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അന്തം മുട്ടും. അപ്പോൾ നമ്മുടെ സംസ്കാരം എവിടെ എത്തി? ചമ്രം പടിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് കൂടി അറിയാണ്ടായി. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഒരാൾ മരിച്ചാലും ക്രിയ ചെയ്യുമ്പോൾ ചമ്രം പടിഞ്ഞിട്ടായിരിക്കുക, കസേരമ്പിൽ ഇരുന്നിട്ടാണ് ചെയ്യുക. വിവാഹം കഴിക്കുമ്പോൾ ചമ്രം പടിഞ്ഞിരുന്ന് മാലയിടുക ചെയ്യുക, അല്ലേ? പിന്നെ നാമകരണം ചെയ്യുകയാണെങ്കിലും ചമ്രം പടിഞ്ഞിരിക്കണം. പൂജ ചെയ്യുകയാണെങ്കിലും വിദ്യാരംഭം ചെയ്യുകയാണെങ്കിലും ഊണയൊക്കെ ഇരിക്കുകയാണ് വെച്ചാൽ എങ്ങനെ ഇരിക്കണം? കസേരയുടെ മുകളിലല്ല ഇരിക്കുക. ഏറ്റവും നന്നായിട്ട് ആഹാരം കഴിക്കുന്നത് ആ രീതിയാണ്. ഗ്യാസോ ശല്യമോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ചമ്രം പടിഞ്ഞിരുന്ന് ഊണ വെച്ചാൽ. അപ്പം അങ്ങനെയല്ല, അതിനും കൂടി ഒന്ന് ഇരുത്തമില്ലാണ്ടായിരിക്കണം. ജിതാസനോ, കുറച്ച് നേരം ശരീരത്തെ ഇളകാതെ വയ്ക്കണം. ശരീരത്തെ ഇളകാതെ വയ്ക്കാത്തവർക്ക് മനസ്സിനെ ഇളകാതെ വയ്ക്കാൻ പറ്റില്ല. ആദ്യം ശരീരത്തിനെ ഇളക്കാണ്ടിരിക്കണം. ശരീരമാണ് കൂടുതലും ഇളക്കാൻ എളുപ്പമുള്ളത്. മനസ്സ് അതിനേക്കാൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? മനസ്സ് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എവിടേക്കൊക്കെ പോവും? ഡൽഹിയിലേക്ക് അമേരിക്കയ്ക്കൊക്കെ പോകും. അത്ര ശരീരം പോവില്ലല്ലോ. അപ്പോൾ ശരീരത്തെ നിർത്താൻ പറ്റാത്തവർക്ക് എങ്ങനെ മനസ്സിനെ നിർത്താം? എളുപ്പമായിട്ടുള്ള പരീക്ഷ എഴുതാൻ പറ്റാത്തവർക്ക് വിഷമമുള്ളത് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ജിതാസനോ, ഒരു 2-3 മണിക്കൂറെങ്കിലും. സപ്താഹത്തിലത്തെ സമയക്രമം എന്ന് പറഞ്ഞാൽ അത് 5:30 to 8:30 നിരക്ക് തുടങ്ങണം സഹസ്രനാമെന്നാണ്. പിന്നെ 9 to 12 പാടും. സമയപ്രകാരം 12ആണ്. 2 to 5, 5:30, 5:30 കഴിയണം. അത്രേ. രാത്രിയാക്കണതൊന്നും തെറ്റാണ്, അതൊന്നും നിയമത്തിൽപ്പെട്ടതല്ല. അതിന് 3 മണിക്കൂർ ഒരേപോലെ ഇരിക്കുക. അതിൽ അധികം ഇരിക്കാനും പാടില്ല, അത്ര ഇരിക്കും വേണം. ഇതാണ് യോഗയുടെ നിയമം. അധികം ഇരുന്നാൽ കുഴപ്പം. അധികം ഇരുന്നാൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഡോക്ടർമാർ പറയില്ലേ, എത്ര മണിക്കൂറിൽ അധികം ഒരേപോലെ ഇരിക്കരുത് കേട്ടോ, നീക്കണം. നീട്ടതീന്തിയൊക്കെ ഒന്ന് നടന്ന് പിന്നെ ഇരിക്കാം, കുഴപ്പമില്ല. ഗ്യാപ്പ് വേണം. ഒറ്റയടിക്ക് 6 മണിക്കൂർ ഇരുന്നാൽ അയാൾക്ക് അധികം കാലം അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അത് പാടില്ല. രക്തോട്ടമൊക്കെ സ്തംഭിക്കും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് 3 മണിക്കൂർ ഇരിക്കണം, 3 മണിക്കൂറേ ഇരിക്കാവൂ. ജിതാസനോ ജിതശ്വാസോ, ഉള്ളിലേക്ക് എടുക്കേണ്ടതൊക്കെ ശാരീരിക പ്രക്രിയകളാണ്. ഇതിലൊന്നും ആത്മീയമേ ഇല്ല ശരിക്കും പറയാച്ചാൽ. ശ്വാസത്തെ ശരിക്കും എടുത്ത് അത് കുറേ അധികം ശ്വാസകോശത്തിൽ നിർത്തി പെട്ടെന്ന് അങ്ങോട്ട് വിടില്ല. അടുത്ത നാസികാദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് വിടണം. ഒരു ദ്വാരത്തിൽ കൂടെ ഉള്ളിലേക്ക് എടുത്തപ്പോൾ മറ്റേ നാസികാദ്വാരം അടയ്ക്കണം. അതിനെയാണ് പ്രാണായാമം. ജിതശ്വാസോ ജിതസംഗോ, ഓരോന്നിനോടുള്ള സംഘത്തെ വിടണം. എന്ത് നമുക്ക് ഇല്ലാതെ കഴിയാൻ പറ്റില്ല എന്ന് തോന്നുമോ അത് ഉപേക്ഷിച്ച് പഠിക്കണം. അതാണ് ജിതസംഗോ. കാശിക്ക് പോയാൽ 2 കാര്യം ഉപേക്ഷിക്കണം എന്ന് പറയും. ഏതെങ്കിലും 2 കാര്യം. നമുക്ക് ഇഷ്ടമുള്ളതാണ് ഉപേക്ഷിക്കണം, ഇഷ്ടമില്ലാത്തതല്ല. ഞാൻ ഈ കയ്പയ്ക്കേ കൂട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. പഞ്ചസാര ഞാൻ കൂട്ടില്ല, അല്ലെങ്കിൽ ഉപ്പോ പപ്പടോ ഞാൻ കൂട്ടില്ല പറഞ്ഞാൽ നല്ലതാണ്. ഉപേക്ഷിക്കാൻ വിഷമുള്ള 2 എണ്ണം. ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ പറയുക? ഇത് ഉപേക്ഷിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അതൊരു പ്രതീകം പറഞ്ഞു എന്നേ ഉള്ളൂ. ജിതസംഗോ, എല്ലാറ്റിനോടുമുള്ള സംഘം ഓരോന്നായിട്ട് നമ്മൾ ഉപേക്ഷിക്കണം.
ആണ് പണ്ട് സന്യാസിമാർ കടുക്കപ്പൊടി ഇട്ടിട്ട് ഏത് ഭക്ഷണവും കഴിക്കുള്ളൂ എന്നാണ്. സ്വാദറിഞ്ഞ് കഴിക്കാൻ പാടില്ല എന്നാണ്. കടുക്കപ്പൊടി അതിലിടും. എവിടെ ഒരു ദോഷവും ചെയ്യാത്ത മരുന്ന് അത് ഇട്ടിട്ടാണ് അത്ര ഭക്ഷണം കഴിക്കുക. അപ്പം അതിൻ്റെ സ്വാദം അറിയില്ല. ശരീരം നിലനിൽക്കാൻ വേണ്ടിയിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. പിന്നെ ജിതേന്ദ്രിയ, കണ്ണ്, മൂക്ക്, തൊക്ക്, നാക്ക് ഇവയെ നിയന്ത്രിക്കുക. കണ്ണിനെയും നാക്കിനെയും നിയന്ത്രിച്ചാൽ ഒരുപാട് മനസ്സിനെ മൊത്തത്തിൽ നിയന്ത്രിക്കുക എന്നാണ്. മനസ്സും വാക്കും നമ്മുടെ വിധേയത്വത്തിലായാൽ പകുതി രക്ഷപ്പെട്ടു എന്നാണ്. അതാണ് ജിതശ്വാസ, ജിതേന്ദ്രിയ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ധ്യാനിക്കാൻ. അത് പറയണം സ്ഥൂലേ ഭഗവതോ രൂപേ. ആദ്യം ഇവിടെ പറഞ്ഞിട്ട് സ്ഥൂലമായിട്ടുള്ള രൂപം. എന്താ സ്ഥൂല രൂപം എന്ന് പറഞ്ഞാൽ? സ്ഥൂലരൂപം ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരനാണ് എന്ന ഭാവം. സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്ധാരേ ദിയ. ദിയ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാൽ. ഈശ്വര സ്വരൂപത്തെ എന്തെങ്കിലും ഒരു രൂപം കൽപ്പിച്ച് മനസ്സിൽ കാണുന്നത് സൂക്ഷ്മ ധ്യാനം എന്നാണ് പറയുക. ശംഖ, ചക്രം, ഗദ, താമരപ്പൂവ് അല്ലെങ്കിൽ കയ്യെ ഓടക്കുള്ള ഇതൊക്കെ സൂക്ഷ്മ ധ്യാനമാണ് അത്രേ. അപ്പം ഏതാണ് അങ്ങനെ അല്ലാത്ത ധ്യാനം? എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ ഈശ്വരനാണെന്ന് വിചാരിക്കുക. രൂപമില്ല. മരങ്ങൾ കണ്ടുവോ അത് ഭഗവാന്റെ രോമാണെന്ന് വിചാരിക്കുക. സൂര്യചന്ദ്രന്മാരെ കണ്ടുവോ അത് ഭഗവാന്റെ കണ്ണാണെന്ന് വിചാരിക്കുക. മലകളെയൊക്കെ കാണില്ലേ അത് ഭഗവാന്റെ അസ്ഥിയാണെന്ന് വിചാരിക്കുക. നദികളെ കണ്ടാലോ ഭഗവാന്റെ നാഡികളാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സങ്കല്പം. കാറ്റ് വീശണ കണ്ടാലോ ഭഗവാന്റെ ശ്വാസമാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഈശ്വരനായിട്ട് ധ്യാനിക്കുന്നതിനെയാണ് മാക്രോഫോസം എന്ന് ഇംഗ്ലീഷിൽ പറയാം. മൈക്രോഫോസം എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തെ നമ്മൾ കണ്ട് അത് ധ്യാനിക്കുക. രണ്ടും ഒന്ന് തന്നെ, രണ്ടും വ്യത്യാസമൊന്നുമില്ല. ഒന്നിൽ പ്രപഞ്ചത്തെ കാണുക, പ്രപഞ്ചത്തിൽ ഒന്നിനെ കാണുക. പ്രപഞ്ചത്തിൽ മുഴുവൻ ഈശ്വരനെ കാണുക, ഈശ്വരനിലോ പ്രപഞ്ചത്തെയും കാണുക. അത്രയേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. നാനാത്വത്തിൽ ഏകത്വം, ഏകത്വത്തിൽ നാനാത്വം എന്നുള്ള പോലെ. എന്നിട്ട് അതിനെ ഇനി വർണ്ണിക്കുകയാണ്. വിരാട് പുരുഷനെ എങ്ങനെ നമുക്ക് ധ്യാനിക്കാം? വിശേഷത്തസ്യ ദേഹോയം തവിട്ടച്ചത്തവീയസാം എത്രേദം ദൃശ്യതേ വിശ്വം ഭൂതം ഭവ്യം ഭവച്ചേൽ. വിരാട് സ്വരൂപത്തിൽ ഈ ലോകത്തിൽ കാണുന്നത് എന്തൊക്കെയാണ്? അസ്യ ഈശ്വരൻ്റെ അയം ഈ വിശേഷ ദേഹ സ്ഥൂലരൂപം സ്ഥവീയസാം സ്ഥൂലത്തിൽ വെച്ച് ഏറ്റവും സ്ഥൂലമാകുന്നു. അണുവിൽ വെച്ച അണുവും മൃഗത്തിൽ വെച്ച് മൃഗത്വമാണ് ഈശ്വരൻ എന്ന് പറയും. അണു സ്ഥവീയസാം സ്ഥവിഷ്ട സ്ഥൂലമായിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സ്ഥൂലവും സൂക്ഷ്മമാകുന്നതിൽ വെച്ചിട്ട് ഏറ്റവും സൂക്ഷ്മവും ആണ്. യാതൊന്നിൽ സത്ത് കാര്യരൂപമായിരിക്കുന്നതും പിന്നെ ഭൂതം ഭവ്യം ഭവച്ച കഴിഞ്ഞതും ഇപ്പോൾ ഉള്ളതും വരാൻ പോകുന്നതും ആയ ഈ ലോകം കാണപ്പെടുന്നു. ഈ ലോകത്തിൽ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരമായിട്ട് അതിനെ കണ്ടാൽ കഴിഞ്ഞതും വരാൻ പോകുന്നതും ഇപ്പോൾ ഉള്ളതും 3 കാലങ്ങളാണ്. ഭൂതം ഭവ്യം ഭവച്ചയത് എല്ലാം അത് തന്നെ ഉണ്ട്. എല്ലാം അടങ്ങിയതാണെന്നർത്ഥം. ദേവന്മാർ, മനുഷ്യന്മാർ, മൃഗം, പക്ഷി, ഗന്ധർവന്മാർ മുതലായിട്ടുള്ള അസുരന്മാർ എല്ലാവരും നിറഞ്ഞ ബ്രഹ്മം ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ച് കിടക്കുന്നു. അതിനെ ആദ്യം കാണാൻ പറയണം. ആണ്ഡകോശേ ശരീരേസ്മിൻ സപ്താവരണ സംയുതേ വൈരാജപുരുഷോയോസോ ഭഗവാൻ ധാരണാശ്രയ. പിന്നെ വേറൊരു ആന്തരാർത്ഥം കൂടിയുണ്ട്. എന്താ ആന്തരാർത്ഥം? പ്രപഞ്ചം മുഴുവനെ ഈശ്വരനാണ് എന്ന് കണ്ടാൽ വേറൊരാളെ സഹായിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാവും. വേറൊരാളെ ദുഃഖിപ്പിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാവില്ല. കാരണം അത് ഈശ്വരനാണ്. ഒരു ജീവിയെ വെട്ടിക്കൊന്ന് തിന്നുമ്പോൾ ആലോചിക്കണം ഈ തത്വം. നമ്മുടെ ഭക്ഷണസുഖത്തിനായിക്കൊണ്ട് നമ്മൾ വേറൊന്നിനെ വെട്ടിക്കൊല്ലുകയാണ്. അത് യഥാർത്ഥ ബോധമുള്ളവർ ചെയ്യുമോ? ആലോചിച്ചു നോക്കൂ. നിയമം വകുപ്പോ ഏത് സമുദായം അവിടെ നിൽക്കട്ടെ. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണ് എന്ന് കാണുന്ന ഒരാൾക്ക് ഒരു ജീവിയെ കൊല്ലാൻ കഴിയില്ല. കൊല്ലാണ്ട് എങ്ങനെ മാംസം ഭക്ഷിക്കും? മാംസം ഭക്ഷിക്കുന്നത് കൊണ്ടല്ല തെറ്റ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ പിന്നിലുള്ള ഹിംസയ്ക്കാണ് തെറ്റ്. അതുകൊണ്ടാണ് മാംസാഹാരം പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ചോദിക്കും, നമ്മളല്ലല്ലോ കൊല്ലുന്നത്. നമ്മളല്ല കൊല്ലുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളതിന് പരോക്ഷമായിട്ട് കൂട്ടു നിൽക്കുന്നുണ്ട്.
ഹിംസയ്ക്ക് കൂട്ടു നിൽക്കുന്നതും തെറ്റ് തന്നെയാണ്. ഞാൻ കൊന്നിട്ടില്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം അതുകൊണ്ടാണ് ഇവിടെ പ്രപഞ്ചത്തെ മുഴുവനും ഈശ്വരാകാരമായിട്ട് കണ്ടാൽ ഒരു ജീവിയെയും ഒരു മനുഷ്യനെയും സഹജീവിയെയും ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ നമുക്ക് തോന്നില്ല. അങ്ങനെ ഒരു ആന്തരാർത്ഥം. ആണ്ഡകോശേ ശരീരസ്മിൻ സപ്താവരണ സംയുതേ വൈരാജപുരുഷോയോസോ ഭഗവാൻ ധാരണാശ്രയ. ഇവിടെ പറയണ സപ്താവരണ സംയുതേ ആണ്ഡകോശേ, ഈ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്ന സകല ലോകങ്ങളും അടങ്ങിയിട്ടുള്ളത് ഒരു ഏകദേശം ഒരു അണ്ഡത്തിൻ്റെ മുട്ടയുടെ ആകൃതിയിലാണ്. അതാണ് അണ്ഡം. ദീർഘവൃത്താകൃതിയിലുള്ള ഗോളം, നേരെ ഗോളമല്ല അണ്ഡെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ഗോളാകൃതിയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. നോക്കിയവർക്കല്ലേ ഇപ്പോൾ അറിയുള്ളൂ. നമുക്കത് ഒന്നിച്ച് ബ്രഹ്മാണ്ടത്തെ മുഴുവൻ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടവരുണ്ട്, ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ കാണാമല്ലോ. അതിനനുസരിച്ചിട്ടുള്ള ഉപകരണങ്ങളും സ്ഥാനത്ത് നിന്ന് നോക്കിയാൽ മനസ്സിലാവും ഇതൊരു അണ്ഡമാണ്. അപ്പം അങ്ങനത്തെ അസ്മിൻ ശരീരേ, ഈ ശരീരത്തിൽ വൈരാജൻ എന്ന് പേരുള്ള പുരുഷ, യാതൊരു പുരുഷനുണ്ടോ ആ പുരുഷന് വൈരാജൻ എന്നു പേര്. അവൻ ധാരണയ്ക്ക് ആശ്രയമാകുന്നു. അണ്ഡാകൃതിയിലുള്ളതായ ഈ സകല ലോകങ്ങളും ബ്രഹ്മാണ്ടവും ഭഗവാന്റെ സ്വരൂപമാണ്. അതിനാണ് വൈരാജൻ, വിരാട് സ്വരൂപം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൈയില്ല, കാലില്ല, ശംഖില്ല, ചക്രമില്ല, ഗതിയില്ല, ഒന്നുമില്ല. ഈ രൂപത്തിൽ അങ്ങനത്തെ ഈശ്വരനെ അല്ല ധ്യാനിക്കുന്നത്. വിഷ്ണുവിനെയോ കൃഷ്ണനെയോ ശിവനെയോ അല്ല ധ്യാനിക്കുന്നത്. എല്ലാ ദേവന്മാർക്കും ബാധകമാണ് ഈ ധ്യാനം. ശിവഭക്തന്മാർക്കാവാം, വിഷ്ണു ഭക്തന്മാർക്കാവാം, ദേവി ഭക്തന്മാർക്കാവാം. കാരണം അവിടെ സ്വരൂപമില്ല. ഈ 14 ലോകവും അടങ്ങിയിരിക്കുന്ന അണ്ഡത്തിൻ്റെ ആകൃതി എന്തോ അതിന് ക്ഷേത്രജ്ഞൻ അല്ലെങ്കിൽ വൈരാജൻ എന്ന് പേര്. ആ വൈരാജനെയാണ് ശിവഭക്തന്മാർ ശിവനായിട്ടും വിഷ്ണു ഭക്തന്മാർ വിഷ്ണുവായിട്ടും കാണുന്നത്. ഇത്രയേ ഉള്ളൂ. ശരിക്കുള്ളതൊരു വൈരാജനാണ്. വിരാട് സ്വരൂപം, വൈരാജൻ, ക്ഷേത്രജ്ഞൻ എന്നും പറയും. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഈ ലോകം തന്നെ ഈശ്വരൻ ആണ് എന്നുള്ള ബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ഞാൻ ഭഗവാന്റെ ഓരോരോ അവയവങ്ങൾ വർണ്ണിക്കുക. പാതാളമേ തസ്തകി പാദമൂലം പടന്തി പാഷ്ണിപ്രഭദേരസാതലം മഹാതലം വിശ്വസൃജോദജുൽഭൗ തലാതലം വൈ പുരുഷസ്യ ജംഘേ. ആ ഭഗവാന്റെ കാലടിയുടെ സ്ഥാനത്താണ് പാതാള ലോകം കാണേണ്ടത്. ഇനിയോ രസാതലം എന്ന ലോകം പാർഷ്ണി, പുറവടി അടിഭാഗം കിട്ട വിരലുകളോട് കൂടിയതായിട്ടുള്ള ആ പുറവടിയാണ് പാർഷ്ണി എന്ന് പറയുക. പടന്തി കാണുന്നു. മഹാതലം വിശ്വത്രിജോച ഗുൽഭൗ, ഗുൽഭം എന്ന് പറഞ്ഞാൽ കണങ്കാല്, 2 കണങ്കാലുകൾ. മഹാതലം എന്ന ലോകം. വിശ്വസൃജോധ എന്ന് പറഞ്ഞാൽ ലോകത്തെ സൃഷ്ടിച്ച വിശേഷണമാണ്. ലോകത്തെ സൃഷ്ടിച്ചവൻ്റെ കണങ്കാലായിട്ട് എന്തിനെ കാണണം? മഹാതലം. തലാതലം വൈ പുരുഷസ്യ ജംഘേ, ജംഘ എന്ന് പറഞ്ഞാൽ മുട്ട്, കാൽമുട്ടുകളാണ് തലാതലം എന്ന് തലവും അതലവും ആയിട്ട് കാണുന്നത്. തലാതലം എന്ന് അറിഞ്ഞവർ പറയുന്നു മുട്ടുകാലുകൾ തലാതലങ്ങളാണ്. കണങ്കാലുകൾ, പാദങ്ങളുടെ ഗുൽഫദ്വയങ്ങൾ നെരിയാണികളാണ്. ഗുൽഫം എന്ന് പറഞ്ഞാൽ നെരിയാണി എന്നാണ്. അപ്പം ജംഘേ എന്ന് പറഞ്ഞാൽ കണങ്കാലുകളാണ് കേട്ടോ, കണങ്കാലുകളാണ്. പ്രിൻറ്റിങ്ങിലും മിസ്റ്റേക്ക് വന്നിട്ട് മുട്ടുകാലുകൾ എന്ന് കൊടുത്തിട്ടുണ്ട്, അതല്ല. ജംഘ എന്ന് പറഞ്ഞാൽ കണങ്കാലുകളാണ്. ഗുൽഫം എന്ന് പറഞ്ഞാൽ ഞെരിയാണിയാണ്. ഇപ്പം ഞെരിയാണികൾ മഹാതലവും മുട്ട് തലാതലവുമാണ്. ഞെരിയാണി മഹാതലവും തലാതലം കണങ്കാലുകളും ആണ്. തലാതലം കണങ്കാലുകളുമാണ്. കണങ്കാല് വരെയാണ് പറഞ്ഞത്. ഇനി അടുത്തതാണ് മുട്ടിനെ പറയണത്. ദേജാനിനി സുതലം വിശ്വമുട്ട് ജാനു, സംസ്കൃതത്തിൽ മുട്ടങ്കാലുകൾ.
മുട്ടുകൾ, 2 മുട്ട് സുതലം ആണ്. രസാതലം, പാതാളം എന്ന് പറഞ്ഞാൽ കാലടി, രസാതലം എന്ന് പറഞ്ഞാൽ പുറവടി, 2 ഞെരിയാണികൾ മഹാതലം. അതുപോലെ തന്നെ തലാതലം കണങ്കാല്. ആദ്യത്തെ ശ്ലോകത്തിൽ കണങ്കാല് വരെയാണ് പറഞ്ഞത്. ജംഗ കണങ്കാല്. തലാതലം വൈ പുരുഷസ്യ ജംഗേ, പാതാളം, രസാതലം, മഹാതലം, തലാതലം. ഇത് യഥാക്രമം കാലടി, പുറവടി, ഞെരിയാണി, കണങ്കാല്. 4 ലോകങ്ങൾ. ഇനി മുട്ടിലേക്ക് വരികയാണ്. ദേ ജാനിനി സുതലം വിശ്വമൂർത്തേ, വിശ്വമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ കാൽമുട്ട് സുതലം എന്ന ലോകമായിട്ട് ഭാവിക്കുക. ഇതിനാണ് സ്ഥൂലധ്യാനം. കൈയും കാലും ചങ്കും ചക്രം അല്ലല്ലോ ഇവിടെ ധ്യാനിക്കുന്നത്. ഊരു ദ്വയം, രൂരു ചേർന്നിട്ട് വരുന്നതാണ്. മൂർത്തേഹേ പ്ലസ് ഊരു, മൂർത്തുരൂരു. ഊരുവാണ്. ഊരു ചാരു തവോരു. ഊരു തുടകൾ. ഊരു, രു എന്നർത്ഥമില്ല, ഊരുവാണ്. ഊരു. വിശ്വമൂർത്തേഹേ എന്ന് പറഞ്ഞാൽ വിസർഗ ഇട്ടിട്ട് പ്ലസ് കൊടുത്തിട്ട് ഊരു ചേരുമ്പോൾ വിസർഗം പോയി രു വന്നു. വിസർഗത്തിന് പകരം വന്നതാണ് രു, പകരക്കാരനാണ്. ഇപ്പം വിശ്വമൂർത്തേഹേ ഊരുദ്വയം, 2 തുടകൾ, വിതലം അതലം ച. ഒരു തുട വിതലവും മറ്റേ തുട അതലവും. ഇവിടെ ചിലതൊക്കെ ഒരു സെറ്റ് ജോഡി ഒന്നാക്കി, ജോഡിയിലത്തെ ഒരെണ്ണത്തിനെ ഒരു ലോകവും മറ്റേതിനെ വേറെ ലോകവും, മറ്റേതൊക്കെ ഒരുമിച്ച് അതുവരെ പറഞ്ഞത്. അതിനൊക്കെ എങ്ങനെ വേണമെച്ചാൽ പറയാത്. ഊരുദ്വയം, 2 തുടകളെ വിതലവും അതലവും. ഒരു തുട വിതലം, ഒരു തുട അതലം. അങ്ങനെ ഇപ്പോൾ പറഞ്ഞല്ലോ. അതൊക്കെ 2 സെറ്റ് ഒന്നായിട്ടാണ് പറഞ്ഞത്. ഒരു തുട വിതലവും ഒരു തുട അതലവും. ഇനി മഹീതലം തജ്ജഗനം മഹീപതേ, ആ ഭഗവാന്റെ അരക്കെട്ട് ഏതായിട്ട് വന്നു? മഹീതലം, ഭൂമി. മഹി എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമിയാണ് അരക്കെട്ട്. നപസ്ഥലം നാഭി, എളുപ്പമുണ്ട് ഓർക്കാൻ. നഭ എന്നും നാഭിന്നും സാമ്യമുള്ള വാക്കുകളാണ്. ഭഗവാന്റെ നാഭി ആയിട്ട് കാണുക ആകാശത്തെ. ആകാശത്തേക്ക് നാഭിയായിട്ട് കണ്ട് അപ്പം അവിടുന്ന് മേപ്പെട്ട് ഇരട്ടി ഉണ്ടല്ലേ, പകുതിയായുള്ളൂ. ആകാശം എന്ന് പറയുന്നത് പകുതിയല്ലേ ആയുള്ളൂ. അതിന് മേപ്പെട്ട് അരക്കെട്ട് എന്ന് പറഞ്ഞാൽ പകുതിയല്ലേ, അരക്കെട്ടിൻ്റെ മേപ്പെട്ട് അത്രയും ഉണ്ട്. അപ്പം ഇതൊക്കെ അധോലോകങ്ങൾ പ്ലസ് ഭൂമി. ഭൂമി 2ലും പെടുത്താം, അവലോകമല്ല ഊർധ്വലോകമല്ല. അതിൻ്റെ മേപ്പെട്ട് 7 ലോകമുണ്ട്. അതിന് 14 ലോകം പറയണത്. നപസ്ഥലം നാഭി സരോ ഗൃണന്തി, ആകാശത്തെ നാഭിയായിട്ട് കാണുക. ഇനി ഊർധ്വലോകങ്ങളെയാണ് പറയണത്, മേപ്പെട്ടുള്ള ലോകങ്ങൾ. ഇതുവരേക്ക് ഭൂമി പ്ലസ് അധോ ലോക പറഞ്ഞത്. ഉരസ്ഥലം ജ്യോതിരനീകമസ്യ, മാറിടം. ഉരസ്ഥലം ജ്യോതിർലോകം, ജ്യോതിഗോളങ്ങളുടെ സമൂഹത്തിനെയാണ് ജ്യോതിർലോകം എന്ന് പറയുന്നത്. സൂര്യൻ, ചന്ദ്രാദി ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, അതേപോലെ നവഗ്രഹങ്ങൾ എല്ലാം കൂടി ചേർന്നതിനെ മാറിടായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഉരസ്ഥലം ജ്യോതി, ഉരസ്ഥ മാറ്, ജ്യോതിരനീകമസ്യ, അസ്യ അനീകം പറഞ്ഞിരിക്കണം. ജ്യോതിർഗോളങ്ങളുടെ സമൂഹം, അനീകം സമൂഹം. ഇനി കഴുത്തിലേക്ക് എത്താണ്. ഗ്രീവ, കഴുത്ത്. കമ്പു, ഗ്രീവൻ, ശംഖു പോലത്തെ കഴുത്തുള്ളവൻ. ഗ്രീവൻ, ഗ്രീവൻ കുതിരയുടെ കഴുത്തുള്ളവൻ. ഗ്രീവൻ എന്ന് പറഞ്ഞാൽ കഴുത്താണ്. ഗ്രീവ മഹർദ് വദനം, അവിടെ വദനം അപ്പുറത്തേക്ക് പോകണം. മഹർന്ന് വരെയൊക്കെ ഉള്ളൂ. മഹർലോകം, കഴുത്ത്. മഹർലോകം എന്ന മുകളിലത്തെ ലോകത്തിൽപ്പെട്ടതാണ്. ജ്യോതിർലോകം മാറിടം, കഴുത്ത് മഹർലോകം. ഗ്രീവ മഹർ, ഇത്രയുള്ളൂ. ഗ്രീവ മഹർ. ഇനി അടുത്തത് വദനം വൈ ജനോസ്യ, അങ്ങോട്ട് പോകണം. വദനം മുഖം. ജനോസ്യ ജനർ ലോകം, അങ്ങനെ ലോകം ഉണ്ടല്ലോ, മുകളിലേക്കുള്ള ലോകത്തിലത്തെ ഒന്നാണ് ജനർ ലോകം. ഗ്രീവ മഹർ പിരിക്കാം. വദനം വൈ ജനോസ്യ, മുഖം ജനർലോകം. തപോരരാടിം, തപോലോകം. തപോലോകം നെറ്റി. രരാടി എന്ന് പറഞ്ഞാൽ നെറ്റാണ്, രരാടം നെറ്റി, നെറ്റിത്തടം. തപോരരാടിം വിതുരാദി പുംസ സത്യന്തു ശീർഷാണി. അവിടെ വിതുര എന്ന് പറഞ്ഞാൽ അറിയുക, അറിയുന്നു. വിതുരൻ എന്നുള്ള പേരല്ല കേട്ടോ, പക്ഷെ ആ പേര് അദ്ദേഹത്തിന് അന്വർത്ഥമാണ്. കാരണം അദ്ദേഹം വളരെ അറിവുള്ള ഒരാളായിരുന്നു. വിതുരൻ,
വിധു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിത്ത് ധാതുവാണ്. അറിയുക. എങ്ങനെ അറിയുന്നു? ആദിപുമാൻ്റെ ശീർഷാണി തല, സത്യം സത്യലോകം, ബ്രഹ്മാവിൻ്റെ ലോകം. ശിരസ് സത്യലോകമാണ്. സഹസ്രശീർഷണ എന്ന് പറഞ്ഞാൽ 1000 തലയുള്ള ഭഗവാൻ 1000 തലയുണ്ടെന്നാ. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷസഹസ്രപാദ് എന്ന് പുരുഷ സൂക്തം. 1000 തല, 1000 കയ്യ്, 1000 കണ്ണ്. സഹസ്രാക്ഷി സഹസ്രപാദ്, ലളിതാ സഹസ്രനാമത്തിൽ സഹസ്രാക്ഷസഹസ്രപാദ് വിഷ്ണു സഹസ്രനാമം. ശിവസഹസ്രനാമത്തിലും ഉണ്ട് 1000 കണ്ണുകളുള്ളവൻ. 1000 തലകൾ ഉള്ള ഭഗവാന്റെ സഹസ്രശീർഷണ. അദ്ദേഹത്തിൻ്റെ ശിരസ്, ശീർഷാണി, ശീർഷാണ് ഇവിടെ പ്ലൂരൽ പ്രയോഗിച്ചത്. ശീർഷ എന്ന് പറഞ്ഞാൽ ഏകവചനം, ശീർഷാണി ബഹുവചനം. എല്ലാ തലകളും കൂടിയിട്ടാണ് സത്യലോകം ആയത്. ഉരത്തലം ജ്യോതിരനീകമസ്യ, മാറിടം ജ്യോതിർലോകം അസ്യ ഇവൻ്റെ. ഗ്രീവ മഹത്, മഹർലോകം കഴുത്ത്. വദനം വൈ ജനോസ്യ, മുഖം ജനർലോകം. തപോരരാടിയും, നെറ്റിത്തലം തപോലോകം. വിധു അറിയുക. ക്രിയ അവസാനമാണ് വെക്കേണ്ടത്, നടു കൊണ്ടച്ചു ശ്ലോകത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി. അങ്ങനെ അറിയുക. നീ അല്ലെങ്കിൽ പറയേണ്ട സത്യം തു ശീർഷാണി, എല്ലാ തലകളും സത്യലോകവും ആണ്. ആരുടെയാ? സഹസ്രശീർഷണ, 1000 തലകളുള്ള ഭഗവാന്റെ തല സത്യലോകവും ആകുന്നു എന്ന് പറഞ്ഞു. ഇന്ദ്രാദയോ ബാഹവ ആകുരുസ്ത്ര കർണോദിശ്രോത്രമമുഷ്യ ശബ്ദ നാസത്യതത്രോ പരമസ്യ നാസേ ക്രാണോസ്യ ഗന്ധോ മുഖമഗ്നിരിദ്ധ. കൈകൾ ദേവന്മാർ, ലോകത്ത് കാണുന്ന ദേവന്മാർ ഭഗവാന്റെ കൈകളാകുന്നു. ലോകത്തിലത്തെ ദിക്ക് എന്ന് പറഞ്ഞാൽ 4 ദിക്ക്, ഇടയിലുള്ള 4 ഉണ്ട് അല്ലേ? കോണുകൾ കൂട്ടിയ 8 ദിക്കായി. മുകളിലേക്കും താഴേക്ക് കൂട്ടിയ 10 ദിക്കുണ്ട് എന്നാണ്. ആ ദിക്കുകളൊക്കെയാണ് അത്രേ ഭഗവാന്റെ ചെവി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എവിടെ ഇരുന്ന് ഭഗവാനെ വിളിച്ചാലും ഭഗവാന് കേൾക്കും. ദിക്കുകളില്ലാത്ത സ്ഥലമുണ്ടോ? ഒരു സ്ഥലവും ഇല്ല അല്ലേ? കിഴക്ക് ദിക്ക്, വടക്ക് ദിക്ക്, പടിഞ്ഞാറ് ദിക്ക്. എവിടെ ഇരുന്നിട്ട് നാമം ചോദിച്ചാൽ ഇന്ന സ്ഥലത്ത് പോയാലേ ഉള്ളൂ എന്നില്ല. എവിടെ ഇരുന്ന് വിളിച്ചാലും കേൾക്കും. മൈക്കും വേണ്ട ഭഗവാൻ കേട്ടോ. മൈക്കാൻ വേണ്ടിയിട്ടല്ല മൈക്ക് വെക്കണം, നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതില്ലാണ്ട് കേൾക്കും. അതാണ് കർണം. 8 ദിക്കിലുള്ള ചെവി ഭഗവാന്റെ. 8 ദിക്കിലുള്ള ദിക്കുകൾ, 10 ദിക്കാണ് ഭഗവാന്റെ ചെവി. എന്നിട്ട് പറഞ്ഞു ശബ്ദം, ശ്രോത്രമമുഷ്യ ശബ്ദ. ദേവന്മാർ ഒക്കെ സത്തുക്കൾ. ബാഹുക്കൾ ശ്രോത്രം എന്നുള്ള ഇന്ദ്രിയം, കർണങ്ങൾ. ഇപ്പം ഇവിടെ ശ്രോത്രവും കർണവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്ന് തന്നെയല്ലേ? ഒന്നല്ല. കർണം എന്ന് പറഞ്ഞാൽ ചെവി, ശ്രോത്രം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കഴിവുള്ള ശ്രോത്രേന്ദ്രിയങ്ങളാണ്. അപ്പം മരിച്ചു പോയ ഒരാൾക്ക് എന്തുണ്ടാവും? ചെവി ഉണ്ടാവും, പക്ഷെ അയാൾക്ക് ശ്രോത്രം ഇല്ല. ആണ് വ്യത്യാസം. കണ്ണുണ്ട്, പക്ഷെ ആ കണ്ണിന് കാണാൻ കഴിയുമോ? അപ്പം അത് നേത്രമല്ല, കണ്ണ് ആണ്. മരിച്ചു പോയ ആൾക്ക് ചെവി ഉണ്ടാവും, പക്ഷെ ശ്രോത്രം ഉണ്ടാവില്ല. അവയവങ്ങളാണ് ഒന്ന്, ഇന്ദ്രിയ പ്രവർത്തന ശേഷിയുള്ളതാണ് വേറൊന്ന്. രണ്ടും കൂടെ വ്യത്യാസം അവിടെയാണ്. ശ്രോത്രം എന്ന് പറയുന്നത് ശബ്ദം ആണ്. ഇന്ദ്രിയങ്ങൾ 2 കർണങ്ങൾ, ദിക്കുകളാണ്. അതുപോലെ ഭഗവാന്റെ നാസാപുടങ്ങൾ, വന്നി യുദ്ധ ദീപ്തനായിട്ടുള്ള അഗ്നി എന്ന് ഇവിടെ പറഞ്ഞൊരു വ്യത്യാസം ചില സ്ഥലത്തുണ്ടാവും കേട്ടോ. നാവിനെ അശ്വിനി ദേവതകളായിട്ട് നാസികാദ്വാരങ്ങളെ പറയുന്നുണ്ട് ചില ദിക്കിൽ ഉണ്ടാവും. അപ്പോൾ ഓരോ ഔചിത്യപ്രകാരം കൽപ്പിക്കുന്നവരുടേതിനനുസരിച്ച് മാറും. അശ്വിനി ദേവതകളാണ് മൂക്കുകൾ എന്ന് പറയുന്നവരുണ്ട്. കുറേ അധികക്കാർ അങ്ങനത്തെ ആൾക്കാരാണ്. ഇവിടെയാണ് അഗ്നിയായിട്ട് പറഞ്ഞിരിക്കണു. നാസേ
ഇദ്ദഹ ദീപ്തനായ അഗ്നിയാണ് എന്ന് പറഞ്ഞിരിക്കണം. മൂക്ക് അഗ്നിയാണ്. മൂക്ക് ശരിക്ക് അശ്വിനി ദേവതകൾ, ഈ അശ്വിനി ദേവതകളും അഗ്നിയായിട്ട് വളരെയധികം കണക്ഷനും ഉണ്ട് കേട്ടോ. ഒരു ബന്ധമില്ലാത്തതിനെയല്ല പറഞ്ഞിരിക്കണം. അശ്വിനി ദേവതകൾ അഗ്നി സമാനമാണ്, തുല്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ചില ദിക്കിൽ അശ്വിനി ദേവതകൾ എന്ന് പറഞ്ഞാലും തെറ്റല്ല, അഗ്നി എന്ന് പറഞ്ഞാലും അത് തെറ്റല്ല. ഇന്ദ്രാദയോ ബാഹവ, ഇന്ദ്രാദി ദേവന്മാർ ഭഗവാന്റെ കൈകൾ. ആഹുരുസ്ത്ര എന്നറിയുക, ആഹുരുസ്ത്ര എന്ന് അറിയാൻ പറയാണ്. കർണോ ദിശ, ഉസ്ര ദേവന്മാർ, ഉസ്ര എന്ന് പറഞ്ഞാൽ ദേവന്മാർ. ആഹു അറിയപ്പെടുന്നു, ദേവന്മാരായിട്ട് അറിയപ്പെടുന്നു. കർണോ ദിശ, ദിക്കുകളൊക്കെ ചെവി, 10 ദിക്കുകൾ ചെവി. ശ്രോത്രം ശബ്ദം, ശബ്ദവും ചെവി ഒന്നല്ലല്ലോ, ശബ്ദം എന്ന് പറഞ്ഞാൽ വേറൊന്നാണ്, ചെവി എന്ന് പറഞ്ഞാൽ വേണം. ശബ്ദമാണ് ശ്രോത്രം, ഇന്ദ്രിയമായിട്ട് മാറിയത്. ദിക്കുകളാണ് ചെവിയായിട്ട് പറയുന്നത്. നാസത്യദസ്ത്രവും, നാസത്യദസ്ത്രവും മൂക്ക് അഗ്നിയായിട്ട്. പരമസ്യ നാസേ, പരമസ്യ നാസേ നാസാപുടങ്ങൾ. ഇദ്ദ അഗ്നിയാണ്, ഇദ്ദ എന്ന് പറഞ്ഞാലാണ് അഗ്നി. നാസത്യദത്രോ പരമസ്യ നാസേ ഘ്രാണോസ്യ ഗന്ധോ മുഖം അഗ്നി ഇന്ദ്ര ഇദ്ദ. പരമപുരുഷൻ്റെ 2 നാസാപുടങ്ങൾ അശ്വിനി ദേവതകളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വ്യാഖ്യാനത്തിൽ അങ്ങനെയും കാണുന്നുണ്ട്. അശ്വിനി ദേവതന്മാർ 2 പേർ, പരമപുരുഷൻ്റെ നാസാപുടങ്ങൾ. ഗന്ധം ഭഗവാന്റെ ഘ്രാണേന്ദ്രിയം. ഇന്ദ്രിയങ്ങളൊക്കെ അതാത് വിഷയങ്ങളാണ്, അവയവങ്ങൾ വേറൊന്നായിട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. അഗ്നി ഭഗവാന്റെ മുഖം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഗ്നി ഭഗവാന്റെ മുഖമാണ്. അപ്പം അഗ്നി എന്ന് പറയുന്നത് ഇങ്ങോട്ട് എടുക്കണം, മുഖത്തിലേക്ക് എടുക്കണം. മുഖം അഗ്നി ഇന്ദ്ര. ശനി ദേവതകൾ എന്ന് പറഞ്ഞത് ഇവിടെ തെറ്റാണത് ശരിക്ക്. നാസാപുടങ്ങൾ ദീപ്തനായിരിക്കുന്ന അഗ്നി എന്ന് പറഞ്ഞിരിക്കണം. അത് എഴുതി വന്നപ്പോൾ തെറ്റിയതാണ്. അപ്പോൾ ഞാനും ഇത് പറഞ്ഞ് തെറ്റിച്ചു. അങ്ങനെയല്ല കേട്ടോ. മൂക്ക് അശ്വിനി ദേവതകളായിട്ട് ഇവിടെ പറഞ്ഞിട്ട് അത് മുഴുവനെ ആയിട്ടില്ലേ, അവിടെ വിട്ടുപോയിരിക്കുന്നതാ. മുഖം അഗ്നി, മുഖം അഗ്നിയാണ്, അതാണ് ശരി. മുഖം അഗ്നിയും. ക്രാണോസ്യ ഗന്ധോ, പ്രാണേന്ദ്രിയം ഗന്ധവും. നാസിക അശ്വിനി ദേവതകളും. അതാണ് കൂടുതൽ ശരിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതവിടെ ഒരു ഭാഗം ചെറുതായിട്ട് വിട്ടുപോയിണ്ടതാണ്. മുഖം അഗ്നിരിദ്ധ, അഗ്നി എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിരിക്കുകയാണ്. അഗ്നി വയ്ക്കാൻ പാടില്ല. അഗ്നി യുദ്ധങ്ങളാണെന്ന് പറഞ്ഞാൽ ദീപ്തനായിട്ടുള്ള അഗ്നി മുഖമാണ് എന്നാണ് പറയേണ്ടത്. അഗ്നി മുഖമാണ്. മൂക്ക് നാസികാദ്വാരങ്ങളാണ്. ബാക്കി അടുത്ത ദിവസം. കായേന വാചാ മനസേന്ദ്രിയർവാം ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.